കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ മുന്നിൽ ഇപ്പോഴും നിഴലിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് വൈ ജോഷ സിറ്റീരിയോ ഇൻ അവർ സ്കോഡ്. എന്തുകൊണ്ടാണ് ജോഷ സിറ്റീരിയോ ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡിനോടൊപ്പം തുടരുന്നത്? നോവ സദോയ്ക്ക് പരിക്കേറ്റ സാഹചര്യത്തിൽ ആ സ്ഥാനത്തേക്ക് ജോഷ സിറ്റീരിയോ ഇറക്കുമോ? സ്വാഭാവികമായിട്ടും നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു സംശയം തന്നെയാണ്. പക്ഷെ അതിനിപ്പോഴും ഉത്തരമില്ലാത്ത ചോദ്യചിഹ്നം തന്നെയാണ് അവശേഷിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഈ ജോഷുവ സിറ്റീരിയോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം നടക്കുമ്പോൾ അവസാനം അഡ്രിയാൻ ലൂണയ്ക്ക് കളിക്കാൻ പറ്റാതിരുന്ന ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള മത്സരം നടക്കുന്ന സമയത്തും ഗാലറിയിൽ ജോഷുവ സിറ്റീരിയോ സന്നിഹിതനായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം മിക്ക സമയങ്ങളിലും ജോഷുവ സിറ്റീരിയോ ഉണ്ട്. ട്രെയിനിങ് സെഷനുകളിലും ജോഷുവ സിറ്റീരിയോ പങ്കെടുക്കുന്ന സാഹചര്യത്തിൽ ജോഷുവ സിറ്റീരിയോ നോഹ സദോയ്ക്ക് പകരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ എന്ന് ന്യായമായിട്ടും നമുക്ക് സംശയിക്കാൻ പറ്റും. ഇതിനകത്ത് വേറെ സംഗതി എന്താണെന്ന് വെച്ചാൽ, ജോഷുവ സിറ്റീരിയെ കുറിച്ച് ചോദിക്കുമ്പോൾ എല്ലാവർക്കും എന്തോ അർദ്ധഗർഭമായിട്ടുള്ള മൗനമാണ്. അർദ്ധഗർഭമായിട്ടുള്ള മൗനം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന മൗനമാണ്. എന്താണെന്ന് വെച്ചാൽ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരൂലിസ് കിങ്കിസിനോട് അവസാനം നൽകിയ അഭിമുഖത്തിൽ ജോഷുവ സിറ്റീരിയെ കുറിച്ച് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ജോഷുവ സിറ്റീരിയോ ഈസ് ഇൻ അവർ സ്കോഡ്. ജോഷുവ സിറ്റീരിയോ ഞങ്ങളുടെ സ്കോഡിലുണ്ട്, അവൻ ഞങ്ങളുടെ ടീമിന്റെ ഭാഗമാണ്. ഇതിനെക്കുറിച്ച് ഇപ്പോൾ കൂടുതലൊന്നും കമന്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പം ജോഷുവയെ സ്കോഡിൽ തന്നെ കീപ്പ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും ഇന്നവേറ്റബിൾ ആയിട്ടുള്ള ഇഞ്ചുറിയോ മറ്റു കാര്യങ്ങളോ വരികയാണെങ്കിൽ അദ്ദേഹത്തിനെ സ്കോഡിലേക്ക് ഉൾപ്പെടുത്താൻ തന്നെ ആയിരിക്കണം തീരുമാനം എന്നാണ് നമ്മൾ ഊഹിക്കേണ്ടത്. അപ്പം ജോഷുവ സിറ്റീരിയുടെ കാര്യത്തിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ജോഷ സിറ്റീരിയോ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ട്. ഇപ്പോൾ നോഹ സദോയ്ക്ക് ചെറിയ പരിക്കാണ് എന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നോഹ സദോയ് സീസൺ റൂൾ ഔട്ട് ആവുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ സദോയ്ക്ക് പകരം ഒരുപക്ഷെ ജോഷയെ ഇൻസ്റ്റാൾ ചെയ്തേനെ. അതിൻ്റെ ഒന്നും ആവശ്യം ഇപ്പം അവശേഷിക്കുന്നില്ല. ഏതെങ്കിലും ഒരു വിദേശ താരം പുറത്തേക്ക് പോകുന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ജോഷുവ സിറ്റീരിയോ നമ്മുടെ സ്കോഡിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണുള്ളത്. സോ ജോഷുവ സിറ്റീരിയോയുടെ കാര്യം ഇപ്പോഴും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യം തന്നെയാണ്.